തീർത്തും അപ്രതീക്ഷിതം. മകനെങ്കിലും രാഷ്ട്രീയ ശത്രുവിനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും മൂർച്ചയേറിയ വാക്കുകൾ തന്നെയാണ് AK ആന്റണി പ്രയോഗിച്ചത്. പ്രതികരണത്തിൽ അനിൽ മാത്രമല്ല, NDA കേന്ദ്രങ്ങളും ആശങ്കയിലായി. പ്രചാരണം മുറുകിയ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം പോലും ആന്റണിയിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ശക്തമായ വാക്കുകൾ കൊണ്ട് AK ആന്റണി സാധാരണ കോൺഗ്രസുകാരന്റെയും കയ്യടി വാങ്ങുന്നുണ്ട്. മകന്റെ BJP പ്രവേശനത്തിൽ തനിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും തുടരുന്ന വിമർശനങ്ങളുടെ വായ അടപ്പിക്കുക കൂടിയാണ് നിർണായക ഘട്ടത്തിൽ ആന്റണി ചെയ്തത്. ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആന്റണി നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, സംശയിക്കില്ല. മക്കളെ കുറിച്ച് എനിക്കൊണ്ട് അധികം പറയിപ്പിക്കണ്ട. രാഷ്ട്രീയ രക്തം തന്നെയാണ് തന്റെ സിരകളിൽ ഒഴുകുന്നതെന്ന് തെളിയിക്കുന്നതായിരുന്നു അനിൽ ആന്റണിയുടെ പ്രതികരണം. ഒറ്റ വാക്കുകൊണ്ട് തന്നെ പിതാവിനും കോൺഗ്രസിനും മറുപടി നൽകി. അതിൽ ഒളിഞ്ഞുകിടക്കുന്നത് രാഷ്ട്രീയ മെയ്വഴക്കമാണ്. ശ്രീ ആന്റണി ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ വിഷമമാണ്. അനിൽ ആന്റണി ഇവിടെ ജയിക്കും. നരേന്ദ്രമോദിജി 3-ാം പ്രാവശ്യവും പ്രധാനമന്ത്രിയാവും. ഇന്ത്യൻ ജനത പിന്നെയും തിരസ്കരിച്ച ശ്രീ രാഹുൽ ഗാന്ധി ഒരു ഫെയിൽഡ് പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റിനെ പിന്നെയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനല്ല ഈ പാർട്ടിക്ക് ഇന്ന് മറ്റൊരു പർപ്പസ് ഇല്ല. ഉചിതമായ സമയത്ത് ഉചിതമായ വാക്കുകൾ കൊണ്ട് പ്രതിരോധം തീർത്ത മുതിർന്ന നേതാവ് പാർട്ടിയുടെ വിശ്വാസം കൂടിയാണ് കാത്തത്. ശ്രീ AK ആന്റണിയെ കളങ്കപ്പെടുത്താമെന്നും അദ്ദേഹത്തിൻ്റെ നേരെ ചെളിവാരി എറിയാമെന്നും ആരും വിചാരിക്കേണ്ട. അത് ആര് വിചാരിച്ചാലും അത് നടക്കില്ല. അവരാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാത്ത. തിരഞ്ഞെടുപ്പ് യുദ്ധമുഖത്ത് ശത്രുവാണുള്ളതെന്നും അവിടെ രക്തബന്ധങ്ങൾ പരിഗണനാ വിഷയമല്ലെന്ന് ആന്റണിയും മറുപടിയിലൂടെ അനിൽ ആന്റണിയും അടിവരയിടുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.